Okay, now let's look into one specific question, and learn all these 5 steps in that, or apply all these 5 steps in that, and let's solve this. Okay, so this is the question. We have a pentagonal prism whose base is 30 mm and 50 mm axis height, and it is stated that it is resting on HP on its base with one base edge is perpendicular to VP. So this is the statement they have given for the starting position. So നമ്മൾ നെക്സ്റ്റ് ലൈൻ വരച്ചു, നമ്മൾ എന്ത് വരച്ചു, ഒരു ബേസ് എഡ്ജിനെ പെർപെൻഡിക്കുലർ ടു ആക്കി വരച്ചു. ഇത് ഇവിടെ വരയ്ക്കാം, ഇപ്പുറത്തും വരയ്ക്കാം, ദാറ്റ്സ് അപ് ടു യു, നോ ഇഷ്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി? അതിന്റെ ഞാൻ പറഞ്ഞ എന്താണ്, നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യുക, പ്ലേസ് ദ സോളിഡ് ഇൻ ദ കറക്റ്റ് ഓറിയന്റേഷൻ. സോ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു, നെയിം ചെയ്യണം. ഞാൻ നെയിം ചെയ്യുന്നു A, B, C, D, and finally E. Bottom surface is going to be P, Q, R, S, and finally T. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കുന്നു. സോ എന്തായിരിക്കും അത്? A dash, B dash, C dash, in the bracket D dash, in the bracket E dash, and finally F dash. Here we have P dash, Q dash, R dash, S dash, and finally T dash. Right? അപ്പോൾ ഇത് വരച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഐഡന്റിഫൈ ദി സെക്ഷൻ പ്ലെയിൻ. എന്താ വായിച്ചേക്കുന്നത്? ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷണൽ പ്ലെയിൻ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP എന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, സിൻസ് ദിസ് ഈസ് ആൻ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ വിച്ച് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു HP, ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ദ ഫ്രണ്ട് വ്യൂ. അല്ലെ, ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂലേ കാണാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു mark this 45 degree line in the front view. Front view means here. അല്ലെ, അതിപ്പോ സെക്ഷണൽ പ്ലെയിൻ ആംഗിൾ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം എന്താണ്? ഏത് പോയിന്റ് വഴിയാണ് ഇത് പാസ് ചെയ്യുന്നത്? സോ ആംഗിൾ പറഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പോയിന്റ് പറഞ്ഞേ പറ്റും. അവർ പറയുവാണ് മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ് മാർക്ക് ചെയ്യുന്നു ഫസ്റ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നു? 45 ഡിഗ്രി ലൈൻ കട്ട് ചെയ്യും. അപ്പം 45 ഡിഗ്രി ഈ ഡയറക്ഷനിലും കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാം. ഇറ്റ്സ് ഫുള്ളി അപ് ടു യു. നിങ്ങളുടെ ഇഷ്ടമാണത് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. രണ്ട് രീതിയിലും കട്ട് ചെയ്യാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ഡിസിഷൻ. ഓക്കെ, രണ്ടും കറക്റ്റാണ്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ്? മാർക്ക് ദ ന്യൂലി ഫോംഡ് കോർണേഴ്സ്. ഇവിടെയാണ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുന്നത്. നോക്കിയേ, അത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഏതൊക്കെയാണ് കോർണേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്, എത്ര കോർണേഴ്സ് ഫോം ചെയ്യും. രണ്ടെന്താണ്, എങ്ങനെ നെയിം ചെയ്യുക. ദീസ് ടു തിങ്സ് യു ഷുഡ് ക്ലിയർലി നോട്ട്. ശ്രദ്ധിക്കുക, അത് വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സെക്ഷൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇങ്ങനെ സെക്ഷൻ ചെയ്യുന്നു, ഇങ്ങനെ രണ്ട് ലൈൻസ് ഇടുന്നു. ഇതിന്റെ മീനിങ് എന്താണ്? ഇതിന് താഴോട്ടുള്ള പോർഷൻ മാത്രമേ റിമെയിൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നൗ ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ, സെക്ഷൻ പ്ലെയിൻ ഏതൊക്കെ ലൈനിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈനിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഈ ലൈനിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഈ ലൈനിനെ കട്ട് ചെയ്യുന്നു. റൈറ്റ്? ഇനി നോക്കുക, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ലൈൻ? ഇവിടെ എഫ് ഇല്ല, ഈ വരെയുള്ളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ലൈൻ? ആൻഡ് ലൈൻ ദാറ്റ് നെയിം ഈസ് P dash A dash. സോ വൺ നെയിം എന്താണ്? P dash A dash. ഇതൊരു എഡ്ജാണ്. ഓക്കെ, ഒരു എഡ്ജാണ്. അടുത്ത എന്താണ്? അടുത്ത ലൈൻ എന്നെ കട്ട് ചെയ്യുന്നത്, ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഏതാ? BEQT എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് BQ എന്ന് പറഞ്ഞ ഒരു എഡ്ജാണ്, B dash Q dash ഒരു എഡ്ജാണ്, അതുപോലെ E dash T dash എന്താണ്? ഒരു എഡ്ജാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ലൈനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ ലൈനിന്റെ പേരെന്താണ്? C dash D dash R dash S dash. ദാറ്റ് മീൻസ് C dash R dash is an edge. Similarly D dash S dash is also an edge. അപ്പൊ ഇത്ര എഡ്ജുകളിൽ വഴിയാണ് ഇത് പാസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, whenever a sectional plane cuts an edge, a corner is being formed. അപ്പൊ എത്ര കോർണേഴ്സ് ഫോം ചെയ്തു? 1, 2, 3, 4 and 5 കോർണേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. റൈറ്റ്? നമ്മൾ ഇങ്ങനെ നെയിം ചെയ്യാൻ പോവാണ്. നമുക്ക് നെയിമിങ് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ചിലർ ചെയ്യുന്ന എങ്ങനെയാണ്? ഓക്കെ, ഇതൊരു പോയിന്റ് ആണ്, ഒരു എഡ്ജാണ്, അതിന് ഞാൻ 1 dash എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? BQ ഉം ET ഉണ്ട്. അതിന് ഞാൻ 2 dash 3 dash എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത ഒരെണ്ണം എന്താണ്? ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അതിനെന്താണ്? 4 dash 5 dash എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ എഴുതിയേക്കുന്നു. ഇതൊരു മെത്തേഡ്. ഓക്കെ, ഇനി ഞാൻ പക്ഷെ ഫോളോ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയല്ല.
ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതാണ് ഞാൻ ഒരു ആന്റി ക്ലോക്ക് മെത്തഡോളജിയാണ് എപ്പോഴും ഫോളോ ചെയ്യാറ്. എനിക്കെന്തോ അത് വളരെ കംഫർട്ടബിൾ ആണെന്നും കറക്റ്റ് ആണെന്നും തോന്നുന്നു. ഏത് മെത്തഡോളജി ഫോളോ ചെയ്യാൻ ദാറ്റ്സ് പ്യുവർലി യുവർ. എറർ കുറയ്ക്കാനായിട്ടൊക്കെ നല്ലത് ഈ ഒരു രീതിയിലുള്ള നോമൻക്ലേച്ചർ ആണെന്നാണ് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട്. റൈറ്റ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും, എപ്പോഴും എൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്നായിരിക്കും എപ്പോഴും ഞാൻ നെയിമിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് നോട്ടീസ് ഇറ്റ് ഓർ നോട്ട്. ഞാൻ എൻ്റെ എല്ലാ ഫിഗേഴ്സിലും എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്നാണ് എൻ്റെ നോമൻക്ലേച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക് പറഞ്ഞാൽ എന്താ പറയുന്നത്, ലോവർ ലെഫ്റ്റ് ആണ്. എക്സ്ട്രീം ലെഫ്റ്റ് അല്ല, ലോവർ ലെഫ്റ്റ് ആണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ലോവർ ലെഫ്റ്റ് മോസ്റ്റ് കോർണർ, അതാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. കുറച്ചുകൂടെ പറഞ്ഞാൽ നോർത്ത് സൗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് സൗത്ത് വെസ്റ്റ് കോർണർ, അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി അതേ രീതി തന്നെ സെയിം ആന്റി ക്ലോക്ക് വൈസ് മെത്തഡോളജി ഞാൻ ഇവിടെ ഫോളോ ചെയ്യാൻ പോവാം. ഏതാ, ഈ സെക്ഷണൽ പ്ലെയിനിന്റെ സെക്ഷനെ ഡെവലപ്പ് ചെയ്ത സർഫസിന്റെ നെയിമിങ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എ പി. ഇപ്പൊ ഞാൻ ഇവിടെ പോയപ്പം മീറ്റ് ചെയ്ത ഫസ്റ്റ് ഇതാണ് എ പി. അപ്പം എ പി യെ കട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ 1 ഡാഷ് കൊടുത്തു. നെക്സ്റ്റ് മൂവ് ചെയ്ത് വരുന്ന എഡ്ജാണ് ബി ക്യു. ബി ക്യൂന് ഞാൻ എന്ത് കൊടുത്തു, 2 ഡാഷ് കൊടുത്തു. അടുത്ത മൂവ് ചെയ്യാൻ വരുന്ന സി ആർ ആണ്. സി ആറിന് ഇവിടെയാണ്, അതിന് ഞാൻ 3 ഡാഷ് എന്ന് കൊടുത്തു. പിന്നെ മൂവ് ചെയ്യുമ്പോൾ വരുന്നത് ഡി എസ് ആണ്, അതിന് ഞാൻ ഇൻ ദ ബ്രാക്കറ്റ് 4 ഡാഷ് കൊടുത്തു. ഇനി മൂവ് ചെയ്യുമ്പോൾ ഇ ടി ആണ്, അത് 2 ഇൻ ദ ബ്രാക്കറ്റ് 3 ഡാഷ് കൊടുത്തു. ഇത്ര എഡ്ജുകളാണ് നമുക്കുള്ളത്. റൈറ്റ്. ദാറ്റ് മീൻസ് ഒരു കണ്ടിന്യൂറ്റി എനിക്കുണ്ട് ഇവിടെ. അത് ഡെവലപ്മെന്റ് ചെയ്ത് നമ്മളതിന്റെ ട്രൂ ഷേപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദാറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ പോയ പാറ്റേൺ പോലെ തന്നെ ഇവിടുത്തെ എഡ്ജുകൾ തപ്പി വരയ്ക്കുന്നു. അതാണ് സത്യം പറഞ്ഞത്. ഇനി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂയിലേക്ക് മാറിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 1ൽ നിന്നും നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് എഡ്ജിലേക്ക് കൊണ്ടിരുന്നു, എ പി എഡ്ജിലേക്ക് വരുന്നു. ഇതിന്റെ പേര് 1. 2ഉം 3 എന്താണ്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അല്ല, ഇത് 4 5 ഡാഷ് ആണ്. ഓക്കെ. സോ 2 ഡാഷ് ഏതാണ്, 2 ഡാഷ് ഈസ് എ പോയിന്റ് ഓൺ ദി എഡ്ജ് ബി ക്യൂ. സോ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിരുന്നു, എനിക്ക് 2 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുന്നു. സിമിലർലി 3ഉം 4ഉം ഏത് പോയിന്റിലേക്കാ, സി ആറിലെയാണ്. സോ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ട് വരുന്നു, അതെന്താണ് 3 ആണ്. ഇവിടെ എന്താണത് 4 ആണ്. ഇവിടുത്തെ എന്താണ് 5 ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ എനിക്ക് ഇത്രയും കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഹാച്ച് ചെയ്യണം. 45 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂലി ഫോംഡ് സർഫസ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മൊത്തം സർഫസ് മേളത്തെ പോയി, ഇത്രയും പോർഷൻ അങ്ങ് പോയി. പിന്നെ ബാക്കി റിമെയിൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. അതിന്റെ ഇതാ വന്നത് ടോപ്പിൽ നോക്കാൻ നമ്മൾ പെൻറ്റാഗൺ പോലെ തന്നെ കാണുന്നു. ഇനിയും വി ആർ ഗോയിങ് ടു മേക്ക് ദി ട്രൂ ഷേപ്പ്, ഡ്രോ ദി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. ഈ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തഡോളജിയാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ന്യൂലി ഫോംഡ് കോർണേഴ്സ്, ഫ്രം ഓൾ ദീസ് ന്യൂലി ഫോംഡ് കോർണേഴ്സ് വി ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ടു ദി സെക്ഷണൽ പ്ലെയിൻ. ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യും, പെർപെൻഡിക്കുലേഴ്സ് വരച്ചു, ഈ 3 പെർപെൻഡിക്കുലേഴ്സ് വരച്ചിങ്ങനെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സെക്ഷണൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് സോൾഡിന്റെ പുറത്തൊരു ലൈൻ വരയ്ക്കണം. അത് ഓക്സിലറി സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ജസ്റ്റ് ടു മിമിക് ദി സെക്ഷൻ പ്ലെയിൻ. അത് ഈ പടത്തിനകത്തോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പപ്പണി എന്നുള്ളതുകൊണ്ട്, കാരണം അവിടെ സ്പേസ് ഉള്ളത് കൊണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല അതിന്റെ മീനിങ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, എവിടെ വേണം വരയ്ക്കാം. ഓക്കെ. സോ ജസ്റ്റ് ഡ്രോ എ ലൈൻ പാരലൽ ടു ദി സെക്ഷണൽ പ്ലെയിൻ ഔട്ട്സൈഡ് ദി ജോമെട്രി. ഈ x1 y1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ആക്ച്വൽ സെക്ഷൻ പ്ലെയിന്റെ ഡ്യൂപ്ലിക്കേഷൻ. ഇനി ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇനിയുള്ള ശ്രദ്ധിക്കണം, നമ്മൾ XYയിൽ നിന്നും എന്ത് ചെയ്യുക, ഇവിടുന്ന് കോമ്പസ് കുത്തുക, 1ലേക്കുള്ള ദൂരം എടുക്കുക. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഐ വിൽ ദിസ് ഡിസ്റ്റൻസ് ഐ വിൽ മാർക്ക് as 1. സേ ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് എടുക്കുക, അതിനെ 1 എന്നെല്ലാം വിളിക്കാം. സോ ഈ ഡിസ്റ്റൻസിന് എന്ത് മാർക്ക് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് അതേ ദൂരം മാർക്ക് ചെയ്യുക, സെയിം ദൂരം. അപ്പൊ ഈ പോയിന്റ് പേരെന്താണ്, 1 ആണ്. ഈ ലെങ്ത് എത്രയാണ്, 1 ആണ്. അതുപോലെ തന്നെ ഫ്രം ദ റെഫറൻസ് ലൈൻ യു മെഷർ ദിസ് ഡിസ്റ്റൻസ്.
അതിനെ സേ 2 2 എന്ന് വിളിച്ചു. ഓക്കെ, അത് മറ്റൊരു കളർ കൊടുക്കാം, സേ യെല്ലോ 2 2 കൊടുത്തു. ഇവിടുന്ന് 2 എന്നുള്ള പോയിന്റ് ഇവിടുന്ന് എടുക്കുക, ഇതിനെല്ലാം റെപ്ലിക്കേറ്റ് ചെയ്യുക. 1 ഡാഷ് 2 ഡാഷ് 5 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. 2 ഡാഷിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ അതേ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇതേ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. അതെന്താണത്, 2 2 ആണ്. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 3ലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു, അതിനെ ഞാൻ 3 3 എന്ന് വിളിക്കുന്നു. 3 എന്ന് എന്ത് ചെയ്യുന്നു, 3 3 മാർക്ക് ചെയ്യുന്നു. സോ ഈ ദൂരം എത്രയായിരിക്കും, 3 3 ആയിരിക്കും. എല്ലാം പെർപെൻഡിക്കുലർസ് ആണ് കേട്ടോ, ഇതെല്ലാം പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. അടുത്ത അത് എന്ത് ഞാൻ മെഷർ ചെയ്യുന്നു, ഇൻ ദ സിമിലർ മാനർ ഐ വിൽ മെഷർ ദിസ് as 4 4. 4 എന്ന് പോകുന്ന എഡ്ജിൽ 4 4 മാർക്ക് ചെയ്യും. ദിസ് ഈസ് 4 4. സോ ഇത് 1 ആണ്, ഇതെന്താണ് 2 ആണ്, ഇതെന്താണ് 3 ആണ്, ഇതെന്താണ് 4 ആണ്. സിമിലർലി നമ്മൾ 5 ലെങ്ത് മെഷർ ചെയ്യും, ഇവിടെ നിന്ന് എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും, അതെന്തായിരിക്കും 5 ആയിരിക്കും. സോ ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ക്യാൻ ഡു ഈസ്, നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം കിട്ടി, ആ പോയിന്റ്സിനെ എല്ലാം ജോയിൻ ചെയ്യിച്ചു, വരച്ചു, ആൻഡ് ദാറ്റ് ഈസ് അവർ ന്യൂലി ഫോംഡ് ട്രൂ ഷേപ്പ് ഓഫ് ദി സർഫസ്. ഇത് കണ്ടോ, ഇതിനെല്ലാം ജോയിൻ ചെയ്യിച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ഷേപ്പാണ് നമ്മുടെ ട്രൂ ഷേപ്പ് ഓഫ് ദി സർഫസ്. യു മൈ ബി വണ്ടറിങ്, സർ വാട്ട് ഈസ് എ കൺസെപ്റ്റ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെർപെൻഡിക്കുലറിറ്റി വരച്ചപ്പോൾ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടിയത്? ആൻസർ വളരെ സിമ്പിൾ ആണ്, ഇറ്റ്സ് ലൈസ് ഇൻ ദ ബേസിക്സ്. എന്താണ്, നമുക്ക് ഇതിനെ ട്രൂ ഷേപ്പ് കാണണമെങ്കിൽ നമ്മൾ ഇതിനെ പാരലൽ ആക്കി വെക്കണം നമ്മുടെ വ്യൂ. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ഇറ്റ് പാരലൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ട്രൂ ഷേപ്പ് കാണാൻ വേണ്ടി ഇവിടെ പോയിരുന്ന് ഇങ്ങോട്ട് നോക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ട്രൂ ഷേപ്പ് കാണാമല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ കണ്ട വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു മെത്തഡോളജിയാണ്. ദിസ് ഈസ് വൺ മെത്തഡോളജി. Those who are interested can practice like this. ഈ മറ്റൊരു മെത്തഡോളജി ഉണ്ട്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിങ്ങനെയാണ്. See, you just observe this plane. ഇത്രയും ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്, ഈ ലെങ്തിനെ മെഷർ ചെയ്തിട്ട് നമ്മൾ മാറ്റി വരയ്ക്കുക. ഓക്കെ, അതാണ് നമ്മളുടെ പോയിന്റ്സ്. ഇതൊരു പോയിന്റ് ആണ്, ഇത് അടുത്ത പോയിന്റ് ആണ്, ഇത് അടുത്ത പോയിന്റ്. സോ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് പൊക്കിയെടുത്ത് ഇവിടെ വരച്ചു. ലെങ്ത് മാറാൻ പാടില്ല, ഒന്നും മാറാൻ പാടില്ല. വാട്ട് ഈസ് എ നെയിം? നെയിം എന്തായിരിക്കും ഇതിന്റെ നെയിം വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 1, ദിസ് ഈസ് ഗോയിങ് ടു ബി 2 ഡാഷ് ആൻഡ് 3 ഡാഷ്, ദിസ് ഈസ് ഗോയിങ് ടു ബി 2 ഡാഷ് ആൻഡ് 5 ഡാഷ്, ദിസ് ഈസ് ഗോയിങ് ടു ബി 3 ഡാഷ് ആൻഡ് 4 ഡാഷ്. ഇനി നിങ്ങളുടെ പഴയ സോളിഡിന്റെ പ്രൊജക്ഷനിലെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈൻസ്, 1 ൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ, 1 ൽ നിന്ന് ഒരു എല്ലാത്തിനും വെർട്ടിക്കൽ ലൈൻസ് വരച്ചു. 1 ൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ, 2 ൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ, 3 ൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ, 4 ൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ. നമുക്ക് എല്ലാ പോയിന്റും കിട്ടി. അപ്പോൾ ഈ പോയിന്റ് പേരെന്തായിരിക്കും? ദിസ് ഈസ് ഗോയിങ് ടു ബി 1, ദിസ് ഈസ് ഗോയിങ് ടു ബി 2, ദിസ് ഈസ് ഗോയിങ് ടു ബി 3, ദിസ് ഈസ് ഗോയിങ് ടു ബി 4 ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി 5. ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ അതിനെല്ലാം ജോയിൻ ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ട്രൂ ഷേപ്പ് തന്നെ കിട്ടും. ഓക്കെ, അതിനകം എന്ത് ചെയ്യുക, നമ്മൾ പഴയ പോലെ തന്നെ ഹാച്ച് ചെയ്യുക. 45 ഡിഗ്രി ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് ഹാച്ച് ചെയ്യുക. ഇതിനെ ഫ്രീ ഹാൻഡാണ് വരയ്ക്കുന്നത്. യു യൂസ് ദിസ് സ്കെയിൽ ആൻഡ് പെൻസിൽ. ഓക്കെ, ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് വേണം തന്നെ ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാച്ചിങ് ലൈൻസ് 2 എൻഡും ഒരു എൻഡ് പോലും ഫ്രീ ആയിട്ട് നിൽക്കാൻ പാടില്ല. ഇവിടെ ചെറിയ എൻഡ് പുറത്ത് പോയി അങ്ങനെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ മുട്ടാതെ ഇരിക്കരുത്. കറക്റ്റ് ആയിട്ട് 2 എഡ്ജുകളെ മുട്ടിച്ചേ വരയ്ക്കാവുള്ളൂ എപ്പോഴും ഹാച്ചിങ് ലൈൻസ്. ലൈറ്റർ ലൈൻസ് വരയ്ക്കുക, ഡാർക്കർ ലൈൻസ് വരയ്ക്കാം. ഇത്ര ഓക്കെ ആയല്ലോ. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള വരയ്ക്കുന്ന രീതി. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. സോ ഇത് നിങ്ങൾക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യാം. Those who find this in, so some faculty will teach it like this and I use this method. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ വരച്ച് ഒരുപാട് ശീലം ഉള്ളത് കൊണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ച് കൺവീനിയന്റ് ആയിരിക്കും. സോ ഇതും അഡോപ്റ്റബിൾ ആണ്. മറ്റേ രണ്ടും അഡോപ്റ്റ് ചെയ്യാം. സോ യുവർ കൺവീനിയൻസ്. രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പം ഇതായതുകൊണ്ട് I will be following this methodology. This is also right. This is widely used ഈ മെത്തേഡ്. ഓക്കെ, സോ എല്ലാ മെത്തേഡിലും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഹിയർ ഓൾസോ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, എഡ്ജുകൾ, കോർണേഴ്സ് എങ്ങനെ ഐഡന്റിഫൈ, ന്യൂലി ഫോംഡ് കോർണേഴ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. സെക്കൻഡ് എന്താണ്, ഇത് വരയ്ക്കുന്ന രീതി എങ്ങനെയാണ്. ഓക്കെ, സോ ലേൺ ദാറ്റ് ആൻഡ് ഫ്രം ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ ഐ വിൽ സോൾവ് എ പ്രോബ്ലം, പ്യുവർ പ്രോബ്ലം. ഇവിടെ ഞാൻ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടില്ല, ചില കാര്യങ്ങളോട് പറയാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത പ്രോബ്ലത്തിന്റെ കൂട്ടത്തിൽ explain ചെയ്യുന്നതായിരിക്കും. So in the next question, in the problem I will be explaining this again
and there also I have to add some more thing, and kindly take that as the main problem. ഇതല്ല, ഇതൊന്ന് സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റൻ ആണ് ഞാൻ റിയൽ ആയിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് we will closely observe those solutions. Okay, bye.